നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡെവലപ്മെൻറ്റ് സീരീസ്പ്പെട്ട മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ നമ്മളിലേക്ക് വന്നിരിക്കുന്നത്. കുറച്ച് കാലമായി നമ്മൾ റോഡ് വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇന്ന് നമ്മൾ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് നാഷണൽ ഹൈവേ 66ൻ്റെ ഡെവലപ്മെൻറ്റൽ പാർട്ടായിട്ടുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നാഷണൽ ഹൈവേ 66 നമുക്കെല്ലാം അറിയാം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഓടുന്ന നാഷണൽ ഹൈവേ ആണ്. ഈ നാഷണൽ ഹൈവേയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഏറിയ പങ്കും, അതായത് കൊമേർഷ്യൽ ആയിരുന്നാലും അല്ലെങ്കിൽ പാസഞ്ചർ മൂവ്മെൻ്റ് ആയിരുന്നാലും ഈ ഒരു നാഷണൽ ഹൈവേ വഴിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യ ഘടകമാണ്. നമുക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏകദേശം 600ഓളം കിലോമീറ്റർ ആയിട്ടുള്ള റോഡുകളുണ്ട്, അതായത് നാഷണൽ ഹൈവേസ് ഉണ്ട്. അപ്പം ഇതിൻ്റെ ഏറിയ പങ്കും ഇത് തന്നെയാണെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായിക്കൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ എല്ലാം വീതി കൂട്ടൽ നടക്കുന്നത്. 6 വരിയും 4 വരിയും എല്ലാം ആക്കി മാറ്റുകയാണ്. പലയിടത്തും 6 വരി തന്നെയാണ്, എന്നാൽ ചിലയിടങ്ങളിൽ 4 വരിയുണ്ട്. അപ്പം അതിൻ്റെ എല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ട് നമ്മൾ പല വീഡിയോസും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നും അതുമാതിരി ഒരു വീഡിയോ ആണ്. ഇന്ന് നിങ്ങൾക്കായിട്ട് മെയിൻലി ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത് കൊടുങ്ങല്ലൂർ എടപ്പള്ളി ആ ഒരു റോഡ് വൈഡനിങ്ങിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ നമുക്കറിയാൻ സാധിച്ചത് കൊടുങ്ങല്ലൂർ എടപ്പള്ളി ഭാഗത്ത് നമ്മുടെ റോഡ് വൈഡനിങ്ങിൻ്റെ ആ ഒരു പ്രക്രിയ ഉടനെ തുടങ്ങുമെന്നാണ് അറിയാൻ സാധിച്ചത്. സ്ഥലം ഏറ്റെടുപ്പ് മെയ് അവസാനത്തോടെ പൂർത്തിയാകുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഈ റോഡ് ഇമ്പ്രൂവ്മെൻറ്റ്സിനുള്ള സാമഗ്രികളൊക്കെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ അവരിപ്പോൾ തന്നെ ചെയ്തു തുടങ്ങുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ബാക്കി സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുന്ന മുറയ്ക്ക് ബാക്കി ഭാഗങ്ങളും ചെയ്യും. നമ്മുടെ ഈ പാലങ്ങളും റോഡും എല്ലാം ഒരേ തവണ, അതായത് ആ ഒരേ ടൈം സ്പേസിനുള്ളിലാണ് ഇത് ചെയ്ത് നമ്മൾ പൂർത്തിയാക്കാനായിട്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഓറിയൻ്റൽ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഈ പറയുന്ന പാത വികസിപ്പിക്കുന്നത്. കോട്ടപ്പുറം മുതൽ എടപ്പള്ളി വരെ ഏകദേശം 24 കിലോമീറ്റർ ആണുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ സമാന്തരമായിട്ട് പല പാലങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇപ്പോൾ കോട്ടപ്പുറത്ത് നിന്ന് VP തുരുത്തിലേക്കുണ്ട്, അതുപോലെ അവിടെ നിന്ന് മൂത്തക്കുന്നിലേക്കുള്ള സമാന്തര പാലം ഇതിനോടൊപ്പം തന്നെ നിർമ്മിക്കും. അതുപോലെ തന്നെ വരാപ്പുഴ സമാന്തര പാലം ഇതിനോടൊപ്പം നിർമ്മിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോട്ടപ്പുറം പാല നിർമ്മാണത്തിന് പുഴയിലും കരയിലും അതിൻ്റെ മണ്ണ് പരിശോധന നടത്തി വരികയാണ്. അതുപോലെ തന്നെ നേരത്തെ നിർമ്മാണ സാമഗ്രികളുടെ കാര്യം പറഞ്ഞു. അപ്പോൾ പല തരത്തിലുള്ള പാട്ടത്തിനടുത്ത്, അതായത് പാട്ടത്തിനടുത്ത് ഭൂമിയിലാണ് ഇപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു സ്ട്രെച്ചിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രെച്ചാണ്, വളരെയധികം ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന ഒരു സ്ട്രെച്ചാണ്. അപ്പോൾ ഈ ഒരു പാതയിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ വൈഡനിങ് പൂർത്തീകരിച്ച് നമുക്ക് ഇതിലൂടെ സുഗമമായ യാത്ര നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കണം. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ദേശീയപാതയുടെ വികസനം നമ്മുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ. ഇപ്പോൾ പലയിടത്തും പൂർത്തീകരിച്ച് വരുന്നുണ്ട്, പലയിടത്തും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പ്രാരംഭ ഘട്ടത്തിലുമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ റോഡ് വികസനം വേണം. കാരണം നമുക്ക് നമ്മുടെ കൊച്ചു കേരളം എന്ന് പറയുമ്പോഴും ഇവിടെ വളരെയധികം ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പല പദ്ധതികളും വരുന്നുണ്ട്. വിഴിഞ്ഞമുണ്ട്, കൊച്ചിൻ പോർട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ തൊട്ടടുത്ത മംഗലാപുരം എല്ലാം ഉണ്ട്. ഇതിനിടയ്ക്ക് കുഞ്ഞു പോർട്ടുകളായ ബേപ്പൂരും കൊല്ലവും പോലുള്ള പോർട്ടുകളുണ്ട്. അപ്പോൾ വളരെയധികം ഡെവലപ്മെൻറ്റ് സാധ്യതകളാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. വളരെയധികം പുതിയ ഹൈവേകൾ കേരളത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ ഒരു വളർച്ചയ്ക്കാണ് നമുക്ക് മുതൽക്കൂട്ടാവുന്നത്. അപ്പോൾ ആ വളർച്ചയോടൊപ്പം നമുക്ക് സഞ്ചരിക്കാം. നമുക്ക് പറ്റാവുന്ന എല്ലാ സപ്പോർട്ടും നമുക്ക് കൊടുക്കുകയും ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് വരുന്നവരെ ഞാൻ ഷിബു സലേഹ, എന്നോടൊപ്പം പ്രണസ് രാജ്. നന്ദി, നമസ്കാരം.